അവബോധമാണ്, ബോധ്യമാണ് നമുക്ക് അനുഭവം തരുന്നത്. അത് അമ്മയെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുകയില്ല വേണ്ടത്, അനുഭവിക്കണം. അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്നേഹം അനുഭവിക്കണം. അതിന് വലിയൊരു ആഗ്രഹം വേണം. ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അമ്മ അടുത്തുണ്ടാകണം. എല്ലാ കാര്യത്തിലും അമ്മ ഇടപെടണം. എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും കുഞ്ഞ് പറയുന്നത് എനിക്ക് സാധിക്കില്ല, നീ വന്നെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ കരച്ചിലും ബഹളവുമായിരിക്കും. അമ്മ അടുത്ത് വേണം. ഇതെപ്പോഴാണ് അമ്മയെ ആശ്രയിക്കുന്നത് കുറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് പ്രായമാകും തോറും നമ്മളെ കഴിവ് വർദ്ധിക്കുമ്പോൾ നമുക്ക് അമ്മയുടെ സാന്നിധ്യം കുറഞ്ഞു പോകും. നമ്മളെ സ്വന്തം അമ്മയുടെ. ഞാൻ ചെറുപ്പത്തിലെ പലപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ സ്കൂളിൽ പോകുമ്പോൾ ഷൂലേസ് കെട്ടാൻ എനിക്കറിയില്ല. അപ്പോൾ ഷൂ ഇടാറാകുമ്പോഴത്തേക്ക് അമ്മ വന്നടുത്തിരിക്കും, ഷൂ ഇട്ട് തരും, ഷൂലേസൊക്കെ കെട്ടും. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഷൂലേസ് ഇങ്ങനെ കെട്ടാൻ പഠിക്കണം, 4 ഇതായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ജീവിതത്തിലൊരു കുറവ്. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും അടുത്ത അമ്മയില്ലല്ലോ. അതേപോലെ തന്നെ കുളിച്ചിട്ട് വരുമ്പോൾ ബട്ടൺ ഇടാൻ അറിയില്ല ചെറുപ്പത്തിൽ. അപ്പോഴും അമ്മ ഒന്ന് ഇട്ട് തരുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആലോചിച്ച് നോക്കും, ഈ ബട്ടൺ ഇടാൻ പഠിച്ചത് വലിയ പ്രശ്നമായിപ്പോയല്ലോ എന്ന്. അതേപോലെ ഭക്ഷണം കഴിക്കാൻ അറിയാതെ ഇരുന്ന കാലവും നല്ല കാലമായിരുന്നു. അമ്മ ഊട്ടിത്തരുമായിരുന്നു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ തനിച്ച് ചെയ്യേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിലും ഏതൊക്കെ മേഖലയിൽ നിനക്ക് കഴിവില്ലെങ്കിൽ അതിനീ സന്തോഷിക്കണം, അതിനെ അമ്മയെ ആശ്രയിക്കണം. എല്ലാ കാര്യത്തിലും തന്നെ അമ്മേനെ നീ ആശ്രയിച്ച് ജീവിക്കണം. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിവ് കൂടുമ്പോൾ ആശ്രയം കുറഞ്ഞു വരും. എങ്ങനെയാണ് അമ്മയെ ആശ്രയിച്ച് ജീവിക്കുക? അത് അമ്മയ്ക്കും അതാണ് ഇഷ്ടം. എല്ലാ കാര്യത്തിലും ഇടപെടണം. അമ്മയ്ക്ക് എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടോ, കഴിവില്ലാത്ത കാര്യമുണ്ടോ, അതിലെല്ലാം അമ്മ ഇടപെടും. അമ്മയെ ആശ്രയിച്ച് ജീവിക്കണം. അമ്മയെ ആശ്രയിക്കുന്ന എങ്ങനെയാണ്? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എന്താ ചെയ്യുക? ഏത് കാര്യമാണെങ്കിലും അമ്മയോട് അന്വേഷിക്കും, അമ്മയോട് ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം. നമ്മൾ പലർക്കും ആ ഒരു പ്രശ്നമാണ്. നമ്മൾ ചോദിക്കില്ല. നമ്മളെ കഴിവ് നമ്മളെ കഴിവിൽ അങ്ങോട്ട് വിശ്വസിച്ച് ആദ്യം അങ്ങോട്ട് കയ്യും കാലിട്ട് കടിച്ച് കാര്യം സാധിക്കാനൊക്കെ എല്ലാം നോക്കും. ഇല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കും, ഇല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ അന്വേഷിച്ച് ആരൊക്കെ ഉണ്ടോ അവരോടെല്ലാം അങ്ങോട്ട് ചോദിച്ച് കിടക്കും. അമ്മയോട് ചോദിക്കില്ല. അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചതാരാണ്? ഈശോ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരവാദിത്വം ആരാ? ഈശോയുടെ ഉത്തരവാദിത്വമാണ്. അമ്മ ചോദിക്കുമ്പോഴത്തേക്ക് ഈശോ അത് ചെയ്തു തന്നെന്നുള്ള ഉത്തരവാദിത്വമാണ്. പണ്ടും ഈശോയ്ക്ക് അറിയാം. ഈശോയ്ക്ക് ഒരു ഇഷ്ടമാണ്, ആശ്രയിക്കുന്നതിൽ വലിയ ഇഷ്ടമാണ്. ഈശോയ്ക്ക് അറിയാം പത്രോസിനെ നീന്താൻ അറിയാമെന്നൊക്കെ അറിയാം. മത്തായി 14:30 നോക്കുമ്പോൾ ഈശോ വെള്ളത്തിൽ കൂടി നടന്നു വരുമ്പോൾ പത്രോസ് പറയും, ഞാനും കൂടി നടന്നു വരാമെന്ന് പറയും. മുങ്ങാൻ ആകുമ്പോഴത്തേക്കും
അയ്യോ എന്നെ രക്ഷിക്കണേ കർത്താവേ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. കടലിൽ തന്നെ ജീവിച്ച് വളർന്ന മനുഷ്യനാ പത്രോസ്. എന്നിട്ടും കർത്താവിന് പറഞ്ഞൂടെ, എടാ നിനക്ക് നീന്താൻ അറിയാമല്ലേ? പിന്നെന്താ, നിനക്ക് നീന്താൻ അറിയാം, പക്ഷെ കർത്താവ് കൈ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലയിൽ കഴിവുണ്ടെങ്കിലും നമുക്കത് ഇല്ലാത്ത പോലെ തന്നെ വിചാരിക്കണം. എന്നിട്ട് എല്ലാ കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കണം. അത് 1 തെസ്സലോനിയ 5, 16, 17, 18 അത് ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാ സാഹചര്യത്തിലും നീ നന്ദി പറയുക, സന്തോഷിക്കണം. ഇത് എന്തിനാ സന്തോഷിക്കണം എന്നുള്ളത് ഇതിൻ്റെ കൂടെ പറയാം. എല്ലാ കാര്യത്തിലും സന്തോഷിക്കണം. എന്നിട്ട് നന്ദി പറയണം. സന്തോഷിച്ചിട്ട് നന്ദി പറയണം. എന്ത് സംഭവിച്ചാലും നന്ദി പറയുക. അതുതന്നെയാണ് പ്രാർത്ഥന. നന്ദി പറയുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇഷ്ടം. അപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് നിൽക്കണം. ആശ്രയിക്കുന്നത് ചെറിയ കാര്യമാണ്. ഇപ്പോൾ ഇന്ന് കൃപാസനത്തിലേക്ക് വന്ന് ഞാൻ കാലത്തെ പോവുകയാണ്, ഞാൻ കാലത്തെ തന്നെ പോയിക്കോട്ടെ, 7 മണിക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് ദൈവത്തോട് ചോദിക്കണം. ബസ്സിൽ പോവുകയാണ്, ഞാൻ ബസ്സിൽ പോയിക്കോട്ടെ, ദൈവത്തോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം. എന്നിട്ട് മക്കളുടെ കാര്യം, അവർ സ്കൂളിൽ പോകുമല്ലോ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണോ, 4 മണിക്ക് എണീക്കട്ടെ, പരസ്യത്തൊന്നും എല്ലാം ചോദിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ട്? 4 മണിക്ക് എണീച്ച് ഭക്ഷണം വയ്ക്കണോ, ഇല്ല അവർക്ക് കാശ് കൊടുത്ത് വിടണോ, അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവം അത് വെളിപ്പെടുത്തി തരും. കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കാത്തപ്പോൾ എന്നിട്ടത് കാത്തിരിക്കണം. ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കില്ല. ദൈവത്തോട് ഇങ്ങനെ ചോദിച്ച് നമ്മൾ ശീലിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അത് കുറേ അനുഭവം, കുറേ ദിവസം അനുഭവം പറയാൻ തുടങ്ങിയാൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കൂടെ അതുപോലെ ജീവിക്കണം. ഇത് എന്നെ സ്വാധീനിച്ച ഈ ഇടയ്ക്ക് വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ 2007 ഞങ്ങൾ കോയമ്പത്തൂർ പോയി. അത് അച്ഛൻ എൻ്റെ വീട്ടിൽ കൊച്ചിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനോട്ട് പറഞ്ഞ്, അമ്മ മാതാവ് പറയുക കോയമ്പത്തൂർ പോകാമെന്ന്. അടുത്ത ദിവസം പാക്ക് ചെയ്ത് കൈ കിട്ടുന്ന ബാഗൊക്കെ എടുത്തുകൊണ്ട് വീട് അങ്ങനെ തന്നെ വിട്ടിട്ട് കട്ടിലൊന്നും എടുത്തില്ല, ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോയി. എന്തിനാ പോകണമെന്നൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. കോയമ്പത്തൂർ പോയി. അവിടെ ഒരാളെ അറിയില്ല, ഭാര്യയുടെ വീട് അവിടെ, എനിക്കൊരു സ്ഥലം പോലും അറിയില്ല. അങ്ങനെ അവിടെ പോയി. അവിടെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ദൈവത്തിൻ്റെ തിരുമനസ്സായിരുന്നു. അവിടെ പോയി ഞാൻ എന്ത് ചെയ്ത്, എനിക്കൊരു സ്ഥലമുണ്ടായിരുന്നു, ഹോട്ടൽ പണിഞ്ഞ്, വലിയ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ടാണ് ദൈവം അങ്ങോട്ട് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഇതൊക്കെ പണിഞ്ഞ്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. അവിടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ, കോയമ്പത്തൂർ കൃപാസന മിഷൻ, ഞങ്ങൾ അവിടെ തുടങ്ങാൻ ഇടയായി. അതൊക്കെ പിന്നെ. പക്ഷേ ഈ ഹോട്ടൽ എനിക്ക് എപ്പോഴും ഒരു തലവേദനയായിരുന്നു. വലിയ ഹോട്ടലാണ്, പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്, കുറേ കോൺടാക്ട്സ് എനിക്ക് അതുവഴി കിട്ടി. അത് വലിയ തലവേദനയായി. ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതെങ്ങനെയെങ്കിലും വിൽക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വിൽക്കാൻ സാധിക്കില്ല, അത്രയും വിലയും അതിന്. കുറേ കാശ് മുടക്കി, വലിയ ബിൽഡിങ്ങാണ്, 4 നില ബിൽഡിങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് കിടക്കും. ഇത് വലിയ പ്രശ്നമാണ്, എല്ലാവർക്കും ഉണ്ടാവും. ചിലവർക്ക് മകളെ കെട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും,
വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, ഉടമ്പടി കൂടും, എല്ലാം ചെയ്യും. പക്ഷെ മനസ്സിൽ കിടക്കുക, അയ്യോ മകൾ പോയാൽ ഞാൻ ഒറ്റപ്പെടില്ലേ? പ്രൈസ് ദി ലോർഡ്. മകനെ കെട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അതിനുവേണ്ടി വന്ന് പ്രാർത്ഥിക്കും, കാണുന്നവരോടെല്ലാം പറയും, പ്രാർത്ഥിക്കാൻ പറയും. എന്നാൽ അകത്ത് കിടക്കും, മരുമകൾ വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റപ്പെടില്ലേ? ഇത് വലിയ പ്രശ്നമാണ്. നമ്മൾ ഇതിനെ പിടി വിടുകയില്ല, എന്നിട്ട് പിടി നമ്മളെ കയ്യില്ല, എന്നിട്ട് ഈ പിടി വിട്ടുപോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, അമ്മ വിടുകയില്ല, ഇങ്ങനെ വലിച്ച് കെട്ടിവെക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് തന്നെയായിരുന്നു പല കാര്യവും അനുഭവം കിട്ടിയെങ്കിലും ഇത് ഞാൻ പിടിവിടില്ല. ആൾക്കാർ വല്ലവരും ഇത് വാങ്ങിക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കില്ല. ഇതുതന്നെയാണ് മക്കൾക്ക് കല്യാണം ആകണമെന്ന് വിചാരിക്കും, വല്ലവരും പെണ്ണ് നോക്കാൻ വരും, നമ്മൾ തന്നെ അത് കുറ്റം പറഞ്ഞാൽ ഇല്ലാതാക്കി കയറാം. പ്രൈസ് ദി ലോർഡ്. പെണ്ണിനെ നോക്കുമ്പോഴത്തേക്കും മകനോട് പറയും, എടാ ഇതിനേക്കാളും നല്ലത് കിട്ടൂടാ. പ്രൈസ് ദി ലോർഡ്. അമ്മ ഈശോടത്ത് പ്രാർത്ഥിച്ചിട്ടില്ലേ? ഈശോടത്ത് പ്രാർത്ഥിച്ചിട്ടാ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാ ഈ പെണ്ണ് വീട്ടുകാർ തന്നെ, പക്ഷേ പിടിവിടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് എപ്പോഴും അച്ഛനോട് പറയും, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒക്കെ വേളാങ്കണ്ണി പോകുമ്പോഴും എല്ലാം ഹോട്ടൽ വിൽക്കണമെന്ന്. പക്ഷേ മനസ്സിൽ കിടക്കുക, ഇത് വിറ്റാൽ എനിക്ക് പിന്നെ കോൺടാക്ട്സ് പോയി, അവിടെ പ്രാർത്ഥന അവിടെ ഹോളിലാണ് നടക്കണ, അതും ഇല്ലല്ലോ എന്ന്. അപ്പം മാതാവിൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ ഉത്തരവുണ്ട്. ഞാൻ ഇത് മാതാവിനോട് സമർപ്പിക്കും. എന്നിട്ട് അതുകൊണ്ട് തലവേദന എന്ന് പറഞ്ഞാൽ തലവേദനയായിരുന്നു, നല്ല. എന്നാലും ഞാൻ ഇത് വിൽക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ മനസ്സിലിങ്ങനെ കിടക്കുക, ഞാൻ തന്നെ അത് വിൽക്കാൻ തടസ്സമായിട്ട് നിൽക്കും. മനസ്സിൻ്റെ അകത്തിങ്ങനെ കിടക്കുക. ഇതുപോലെ പലവരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്താലും നിയോഗം നിങ്ങൾ വെച്ചിട്ടുള്ളത് എവിടെയോ കിടക്കുക. ഈ നിയോഗത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്, ഇത് വേണ്ടെന്ന് പറഞ്ഞു. ദൈവ തിരുവരസിനെ വിട്ടുകൊടുക്കണം. ഇത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കറിയാമായിരുന്നു, എനിക്ക് മനസ്സുകൊണ്ട് ചിലപ്പോൾ ഇത് വിൽക്കാൻ ആഗ്രഹം ഉണ്ടായില്ല ദൈവത്തിന് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ തന്നെ ആശ്വസിച്ചിങ്ങനെ വിട്ടുവയ്ക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് തലവേദനയെന്ന് വെച്ചാൽ നല്ല തലവേദനയാണ്. കുറേ സമയം ഇതിന് വേസ്റ്റാകും. ഞാൻ ദൈവത്തോട് പറയും, ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇതിനെ ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വലിയ വിലയും മനസ്സിൽ കണക്കാക്കി വെച്ചു, ഇത് വന്നാൽ വിൽക്കാം. പക്ഷെ അത് കൂടുതലാണ്, അതിൻ്റെ പകുതി വിലയെ കിട്ടാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ വില പകുതി വിലയേ ഉള്ളൂ, എന്നാൽ ഞാൻ അതിൻ്റെ ഡബിളാക്കി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വില വന്നേ നമുക്ക് കൊടുക്കാം. അങ്ങോട്ട് പറയുക, അമ്മയ്ക്കറിയാതെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഹല്ലേലൂയ. അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജോസഫ് അച്ഛനെ അങ്ങോട്ട് അയച്ചു എൻ്റെ അടുത്ത്. ഞാൻ ഇത് 6 കൊല്ലം 7 കൊല്ലമായിട്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, ഇത് വലിയ വിഷയമാണ്. അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കുക, എല്ലാ കാര്യവും നടക്കേണ്ടല്ലോ, ഇത് മാത്രം എന്താ സാധിക്കാത്തത്? അച്ഛൻ പ്രാർത്ഥിച്ചിട്ടെന്താ? അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ. എപ്പോഴും വന്ന് മെസ്സേജ് എടുക്കും, വിൽക്കാൻ വേണ്ടി മെസ്സേജ് കിട്ടും, എന്നിട്ട് ഇത് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അച്ഛന് കൊറോണ പോസിറ്റീവായി ഇവിടെ ടെസ്റ്റ് ചെയ്ത് അവിടെ വന്ന് 24 ദിവസം നിൽക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ 24 ദിവസം എൻ്റെ ഹോട്ടലിൽ വന്ന് താമസിച്ച ഒരു മുറിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വന്നപ്പോൾ അച്ഛനോട് ഞാൻ പോയി പറഞ്ഞ്, അച്ഛോ എനിക്ക് ഈ ഹോട്ടൽ വിൽക്കണം, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന്. അച്ഛൻ പറഞ്ഞ്, ഞാൻ ഇവിടെ ഇരുന്ന് പോണതിന് മുമ്പ് വിൽക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിലുള്ള രസമെന്താന്ന് വെച്ചാൽ, കൊറോണ ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ നെഗറ്റീവ് ആകും, അച്ഛൻ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു 5-6 ദിവസത്തിനകത്ത് എവിടെ നിന്ന് ഇത് വിൽക്കാനാണ്, അല്ലാതെ എനിക്ക് ഈ വിലയും കിട്ടണ്ടേ. പ്രൈസ് ദി ലോർഡ്. 6 ദിവസം കഴിഞ്ഞ് അച്ഛനെ ടെസ്റ്റ് ചെയ്ത് അച്ഛന് ഒരു സിംറ്റംസും ഇല്ല. ഇവിടെ വെറുതെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞ് വന്ന് അവിടെ ടെസ്റ്റ് ചെയ്ത് ഒരു സിംറ്റമും ഇല്ല, ഒന്നുമില്ല. അച്ഛൻ റൂമിലിരിക്കുക. ഇച്ചിരി ജലദോഷം ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്ത് പിന്നെയും പോസിറ്റീവ്. പ്രൈസ് ദി ലോർഡ്.
അവിടെ നിന്ന് കൊന്ത ചൊല്ലിയാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, റൂമിൽ തന്നെയാണ് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അച്ഛന് പോസിറ്റീവ്, അച്ഛൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു 5 ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ KG ഹോസ്പിറ്റലാണ്. അവർക്ക് നേരത്തെ അവർ എന്നോട് വില പറഞ്ഞ പകുതി വിലയ്ക്കാണ് ചോദിച്ചത്. പിന്നെ അത് നടന്നില്ല. അവർ പറഞ്ഞു വെച്ച പോലെ തന്നെ വന്ന് ചോദിക്കുക, ഇവിടെ പ്രതീക്ഷിക്കാതെ വന്ന് ചോദിക്കുക ഈ ഹോട്ടൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു വില പറഞ്ഞു, ആ ഡബിൾ വില കൂടുതൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക, അച്ഛനുണ്ടല്ലോ, ഞാൻ 1 രൂപ കൂടി കൂട്ടി പറഞ്ഞു, കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവരൊന്ന് സംസാരിച്ച് 10 ദിവസമായി. പിന്നെ ടെസ്റ്റ് ചെയ്ത് 5 ദിവസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുക, പിന്നെയും പോസിറ്റീവ് തന്നെ പറയുക. അമ്മ മാതാവ് ചെയ്യിപ്പിക്കുക. അച്ഛൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിൽക്കില്ല. അപ്പോൾ അത് മാതാവിന് അറിയാം. എന്നാൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ അച്ഛൻ പറയണതില്ല, അത് ഞാൻ കേൾക്കുകയില്ല. ഞാൻ തന്നെ ഇതിൻ്റെ തടസ്സം നിൽക്കുക. അത് എനിക്ക് മനസ്സിലായത്, ഈ ഹോട്ടലിൽ വിൽക്കാൻ ഈ 6 കൊല്ലം 7 കൊല്ലമായിട്ട് തടസ്സം നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലും പല നിയോഗത്തിനും ദൈവ തിരുമനസ് നടപ്പിലാക്കാൻ നമ്മ തന്നെ തടസ്സം നിൽക്കും. പല കാര്യത്തിലും നമ്മൾ ചില കാര്യങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അത് നമ്മൾ ചോദിക്കുന്ന ഒന്നായിരിക്കും, അതിൻ്റെ വേറെ രീതിയിൽ അമ്മ പ്രവർത്തിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതൊക്കെ നന്ദി പറഞ്ഞ് അങ്ങോട്ട് അംഗീകരിക്കണം. അത് ദൈവഹിതമാണോ ഇല്ലയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആർക്കെങ്കിലും അറിയാവോ? ചില കാര്യത്തിന് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് ദൈവ തിരുമനസ്സാണോ ഇല്ല, അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ദൈവ തിരുമനസ്സാണെങ്കിൽ നമുക്കതൊരു സാറ്റിസ്ഫൈഡായിട്ട് തോന്നിക്കും. നമുക്ക് മനസ്സിൽ ഒരു സങ്കടമോ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ ഒന്നും തോന്നിക്കില്ല നമ്മൊരു തീരുമാനം എടുക്കുമ്പോൾ. ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ അങ്ങനെ ഒന്നും ഒരു തോന്നലും ഇല്ലെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നീ എടുക്കുന്ന തീരുമാനം അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാലും നിനക്ക് MBBS-നാണ് പോകാൻ ദൈവ തിരുമനസ്സാണെന്ന് വിചാരിച്ചു, നിനക്ക് തെറ്റി എൻജിനീയറിങ്ങിന് പോയി, ദൈവം ആ എൻജിനീയറിങ് നിനക്ക് അനുഗ്രഹിച്ച് തരും. പ്രൈസ് ദി ലോർഡ്. ജസ്റ്റ് ഓപ്പോസിറ്റ് അനുഗ്രഹിച്ച് തരും. അതിന് നന്ദി പറഞ്ഞ് അംഗീകരിക്കണം. കുറ്റം പറഞ്ഞ് പെരുവിറുത്തുകൊണ്ടിരിക്കാൻ പാടില്ല. പലവർക്കുള്ള പ്രശ്നമാണ്, എന്ത് വന്നാലും പെരുവിറുക്കും. നമ്മുടെ ജീവിതത്തിൽ അത് മാത്രം പാടില്ലാത്തതാണ്. എന്ത് വന്നാലും ദൈവം സംസാരിക്കും, പല രീതിയിൽ സംസാരിക്കാം. കുറേ ബൈബിൾ വായിക്കണം, ബൈബിൾ വഴി സംസാരിക്കും. ചിലപ്പോൾ നിൻ്റെ അമ്മയും അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കും, ഭർത്താവിനെ കൊണ്ട് സംസാരിക്കും, ഭാര്യയെ കൊണ്ട് സംസാരിപ്പിക്കും. പിന്നെ അതിൽ ആലോചിക്കേണ്ട. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തീരുമാനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നീ അങ്ങോട്ട് എടുക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇത് 24 ദിവസം അച്ഛനിരുന്ന് 20 ദിവസമായപ്പോഴത്തേക്കും അവർ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ച വില എനിക്ക് തന്ന് അത് ഉറപ്പിക്കുക. ഞാൻ അവിടെ ഇരുന്നപ്പോൾ അച്ഛൻ അവിടെ ഉള്ളപ്പോൾ തന്നെ രജിസ്ട്രേഷൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മ മാതാവിനെ കൊണ്ട് എല്ലാം സാധിക്കും. അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. രണ്ട് കാര്യം അതിൽ ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, അതിന് വേണ്ടത്ര പ്രാർത്ഥന പോരായിരുന്നു. ചില കാര്യത്തിന് ദൈവത്തിന് ആവശ്യമുള്ള പ്രാർത്ഥന വേണം. അതൊരു ഡെപ്പോസിറ്റാണ്. അച്ഛൻ അവിടെ ഇരുന്ന് 24 ദിവസം 20 ദിവസമാണ് പ്രാർത്ഥിച്ചത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോഴാണ് നടന്നത്. അതെന്ന് വെച്ചാൽ കാലത്ത് തൊട്ട് രാത്രി പോയാലും ഞാൻ റൂം തുറന്ന് നോക്കുമ്പോൾ അച്ഛൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. ബൈബിളും എടുത്ത് വെച്ച് കൊന്ത ചൊല്ലുക. 24 മണിക്കൂർ തന്നെ ആയിരിക്കും ഒന്ന് കുറച്ച് നേരം ഉറങ്ങും, പിന്നെ എണിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊന്ത ചൊല്ലുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ അത്രയും പ്രാർത്ഥന നിറച്ച് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം പ്രാർത്ഥിക്കാറാകുമ്പോൾ ഞാൻ നിർത്തിക്കളയും. എന്താ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അകത്ത് ആഗ്രഹം കിടക്കുക, ഇത് വിറ്റു പോകരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. എവിടെയോ ഇങ്ങനെ കിടക്കുക, കുറച്ച് സമർപ്പണം കുറവാണ്.
അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇതിൽ സമർപ്പണം പോരാ, സമർപ്പിക്കടങ്ങി അച്ഛൻ തന്നെ അവിടെ വരണം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ആലോചിച്ച് പോലും നോക്കാൻ പറ്റില്ല. 24 ദിവസമൊക്കെ വന്നിട്ട് ഒരു ദിവസം അച്ഛനങ്ങോട്ട് തരാമെന്ന് വെച്ചാൽ അത് വലിയ കാര്യം. അമ്മയുടെ ഇടപെടൽ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ, അമ്മയുടെ കരുതൽ അതുപോലെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയട്ടെ. അത് കഴിഞ്ഞ് എനിക്കൊരു ഫാമുണ്ട്, 10 ഏക്കറിൻ്റെ തോട്ടമുണ്ട്. ഇത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ ഒരു ഹോള് പണിഞ്ഞ് സിമ്പിളായിട്ട് പണിയാൻ തുടങ്ങിയതാണ്. ഹോളെന്ന് വെച്ചാൽ അത് ഗോഡൗണായിട്ടാണ് പണിഞ്ഞത്. എനിക്ക് അരിയുടെ പയറിൻ്റെയൊക്കെ കച്ചവടമാണ്. അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഹോളായിട്ട് പണിഞ്ഞ. അപ്പോൾ ഇത് പണിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഹോട്ടൽ വിറ്റപ്പോൾ ആ ഗോഡൗൺ എനിക്ക് തോന്നി ഇനി വേറെ സ്ഥലം പ്രാർത്ഥനയ്ക്കില്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇത് ഒരു ഹോളായിട്ട് കൺവേർട്ട് ചെയ്ത് മുമ്പിൽ ഗാർഡനൊക്കെ ആയിട്ട്. എനിക്കൊരു പ്രതീക്ഷയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഇതൊക്കെ പണിയണതിന് മുമ്പ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും അച്ഛനെ ആ ഫാമിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു, തോട്ടത്തിലേക്ക് കൊണ്ടുപോയായിരുന്നു. തെങ്ങും തോട്ടോ. അച്ഛൻ അവിടെ മുട്ടിപ്പേ നിന്നിട്ട് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായില്ല. നമുക്ക് അവിടെ ഹോട്ടലിലിരിക്കുകയാണ്. പക്ഷെ അന്ന് ആ ഓർമ്മ വന്നു. അച്ഛൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹോളാക്കി. ഹോളെല്ലാം പണിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ഉറപ്പ് പറയാം, അമ്മ മാതാവിന് ഇപ്പോഴും ഞാൻ നന്ദി പറയാം. ഇവിടെ വെച്ചിട്ട് കോയമ്പത്തൂരിൽ അതുപോലത്തെ ഒരു ഹോൾ ഉണ്ടാകില്ല. പ്രാർത്ഥിക്കാൻ അത്രയും സൗകര്യമുള്ളത് അതുപോലെ ആയി കിട്ടി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അച്ഛനത് ബ്ലസ് ചെയ്യാൻ അച്ഛൻ എന്നോട് പറഞ്ഞ് ആഗസ്റ്റ് 3-ാം തീയതി തീരുമാനിച്ച് ബ്ലസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേളാങ്കണ്ണി പോകാം. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരും. ഞങ്ങൾ ഒരുമിച്ചാണ് വേളാങ്കണ്ണി പോകുന്നത്. പ്രാർത്ഥിച്ച് അച്ഛൻ ആ വഴി വേളാങ്കണ്ണി ഇരുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അച്ചു, നമുക്ക് ആദ്യം അച്ഛൻ ഇവിടെ ഇരുന്ന് തന്നെ ട്രെയിൻ കയറിക്കോ, ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് കയറാം, നമുക്ക് വേളാങ്കണ്ണി ഡയറക്റ്റ് പോകാം, തിരിച്ച് വരുന്ന വഴിക്ക് പ്ലസ് ചെയ്യാം, 6-ാം തീയതി പ്ലസ് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയിൽ കുറേ പേര് ഞങ്ങളെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട്. എല്ലാം തിരക്കാ. 6-ാം തീയതി വന്ന് 5-ാം തീയതി കോയമ്പത്തൂർ ഇറങ്ങി. അവിടെ കോട്ടേജ് ഉണ്ട്, റൂംസ് ഉണ്ട്. അച്ഛൻ അവിടെ താമസിച്ച് അടുത്ത ദിവസമാണ് ബ്ലെസ്സിങ്. 6-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ശനിയാഴ്ച ആഗസ്റ്റ് 6 അന്ന് കാലത്തെയാണ് പറയണത്. ഇന്ന് 9 മണി തൊട്ട് എൻ്റെ മാനേജർ എന്നോട് വന്ന് പറയുകയാണ്, ഈ മൊബൈലിൽ മെസ്സേജ് വരും, പവർ കട്ടാണ് ഇവിടെ, ഒരു മാസത്തിൽ ഒരു പവർ കട്ടേ ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പവർ കട്ടാണ്. 9 മണിക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ 5 മണിക്കേ വരുള്ളൂ. എന്ന് എല്ലാം കൂടി പോയി. അത്രയും തിരക്കാണ്. ഹോളിൽ തിരക്കാണ്. AC ആണ്. അപ്പോൾ അടച്ചിരിക്കുക, അകത്തായിരിക്കും ഇരിക്കാൻ പറ്റില്ല. AC ഇട്ടില്ലെങ്കിലും മൈക്കില്ലെങ്കിൽ സംസാരിക്കാനും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ജനറേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി ഒന്നും ആദ്യമായിട്ട് ഇട്ട് നോക്കിയ അത് വർക്ക് ചെയ്ത് പോലും നോക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അത് വർക്ക് ചെയ്യുവാന്ന് പോലും അറിയില്ല. അപ്പോൾ വലിയ ഇതുപോലെ പ്രതിസന്ധി നമ്മളെ ജീവിതത്തിലേക്കും വരും. അന്ന് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ് ഞാൻ പറയണം. ഈ അനുഭവമൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് എല്ലാ മേഖലയിലും ഇടപെടാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 5-6 പേരിക്കെങ്കിലും വിശ്വാസം വന്നു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കുറച്ച് പേർക്ക് വിശ്വാസം വന്നാൽ മതി. അവരെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് വിശ്വാസം വന്നോളും. ഇതൊക്കെ ഞാൻ വെറുതെ വേറെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഇല്ല പറയാൻ വേണ്ടിയിട്ടോ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈ ഇടയ്ക്ക് ഇപ്പോൾ. എന്നിട്ട് ഞാൻ അവിടെ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത് വെച്ച് നോക്കാം, മാതാവല്ലേ ഇത് തന്നെങ്കിൽ. എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലൊരു സംശയം തോന്നിക്കും. എന്തൊക്കെ അനുഭവം കിട്ടിയാലും എത്ര ഉണ്ടെങ്കിലും ഉണ്ടാകും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് എന്തിനാ വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കാര്യങ്ങളുണ്ടാവും. ഇതെന്താ കാര്യമെന്ന് വെച്ചാൽ ഇതൊരു ടെസ്റ്റാണ്. എപ്പോഴും നമ്മളെ വിശ്വാസം കുറയുമ്പോഴത്തേക്ക് ഉത്കണ്ഠ വരുമ്പോൾ വിശ്വാസം കുറയും. ഉത്കണ്ഠ ശ്രദ്ധിക്കണം. പേടി വരുമ്പോൾ ലൂക്ക 8:25 വഞ്ചി പോകുമ്പോഴത്തേക്കും അവിടെ കൊടുങ്കാറ്റ് വരുമ്പോൾ ശിഷ്യന്മാർ പേടിക്കും. ഈശോ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഈശോ എണീച്ചിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിൻ്റെ വിശ്വാസം എവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ വിശ്വാസം എവിടെ? അപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത്? നിൻ്റെ വിശ്വാസം എവിടെ? അതാണ് വൈ യു ആർ അഫ്രേഡ്, വേർ ഇസ് യുവർ ഫെയ്ത്ത്. അപ്പോൾ നിൻ്റെ വിശ്വാസം എവിടെ? അപ്പോൾ വിശ്വാസം പോകുന്നതിൻ്റെ കാരണം എന്താ? വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താ? പേടിയാണ്, ഉത്കണ്ഠയാണ്. പ്രൈസ് ദി ലോർഡ്.